ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മ്യൂസിയം ഒരിക്കൽ ഒരു കോട്ടയായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, ഇന്നത്തെ താളുകളിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലൂവ് മ്യൂസിയത്തെക്കുറിച്ചാണ്. ഇതിന്റെ ഫ്രഞ്ച് ഉച്ചാരണം ലൂവ് റൂ എന്നാണ്. ഇംഗ്ലീഷിൽ വെറുതെ ലൂവ് എന്നും പറയുന്നു. മൊണോലിസ സൂക്ഷിച്ചിരിക്കുന്നു എന്നതിലുപരി അതിനേക്കാൾ വളരെ വലുതാണ് ലൂവിന്റെ പ്രാധാന്യം. മധ്യകാലത്ത് ഒരു കോട്ടയായിരുന്നത് രാജകീയമായ ഒരു കൊട്ടാരമായും വാസ്തുവിദ്യ വിസ്മയമായും ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മ്യൂസിയങ്ങളിൽ ഒന്നായും കാണുന്നു. ലൂവിന്റെ കഥ ആരംഭിക്കുന്നത് ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പാണ്. 12ാം നൂറ്റാണ്ടിൽ പാരീസിനെ സംരക്ഷിക്കുന്നതിനായി അവിടെ ഒരു കോട്ട നിർമ്മിച്ചു. എന്നാൽ നൂറ്റാണ്ടുകൾ കടന്നു പോകുമ്പോൾ ആ കോട്ട പതിയെ ഒരു മനോഹരമായ രാജകൊട്ടാരമായി മാറി. ഫ്രാൻസിലെ രാജാക്കന്മാർ കെട്ടിടം വികസിപ്പിക്കുകയും അതിൽ നിരവധി കലാസൃഷ്ടികൾ ശേഖരിക്കുകയും ചെയ്തു. അങ്ങനെ ലൂവ് രാജകീയ അധികാരത്തിന്റെയും സമ്പത്തിന്റെയും പ്രതീകമായി മാറി. പിന്നീടാണ് ഫ്രഞ്ച് വിപ്ലവം വന്നത്. 1793 ലൂവ് ഒരു പൊതു മ്യൂസിയമായി ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. അന്നു മുതൽ അതിന്റെ കഥ തന്നെ മാറി. രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ നിന്ന് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു മ്യൂസിയമായി. ഇന്ന് ലൂവ് ലോകത്തിലെ ഏറ്റവും വലുതും പ്രശസ്തവുമായ മ്യൂസിയങ്ങളിൽ ഒന്നാണ്. ഇനി ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം കേൾക്കൂ. അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ശേഖരങ്ങൾ ഏകദേശം 10,000 വർഷത്തെ മനുഷ്യ ചരിത്രത്തെ പ്രതിനിധീകരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് പുരാതന ഈജിപ്ഷ്യൻ വസ്തുക്കൾ, ഗ്രീക്ക് റോമൻ ശില്പങ്ങൾ, ഇസ്ലാമിക് കല, യൂറോപ്യൻ ചിത്രങ്ങൾ, രാജകീയ നിധികൾ, അലങ്കാര വസ്തുക്കൾ, ചിത്രരേഖകൾ തുടങ്ങി അനവധി ചരിത്ര സമ്പത്തുകൾ കാണാം. അതുകൊണ്ട് ലൂവിലൂടെ നടക്കുമ്പോൾ നിങ്ങൾ വെറും ചിത്രങ്ങൾ കാണുകയല്ല, അക്ഷരാർത്ഥത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ നാഗരികതയിലൂടെ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ തീർച്ചയായും മൊണോലിസ, ലിയനാർഡോ ഡാവിൻസി വരച്ച ഈ നിഗൂഢമായ മാസ്റ്റർ പീസ് ലൂവിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ചിത്രങ്ങളിൽ ഒന്നാണ്. എന്നാൽ മൊണാലിസ മാത്രമല്ല ലൂവിന്റെ പ്രത്യേകത. അവിടെ നിരവധി അത്ഭുതകരമായ കലാസൃഷ്ടികൾ വേറെയുണ്ട്. പുരാതന ഗ്രീക്ക് ശില്പമായ വീനസ് ഡിമിലോ, അതിശയിപ്പിക്കുന്ന വിങ്ഡ് വിക്ടറി ഓഫ് സാമത്രീസ്, കൂടാതെ യൂജിന്റെ ശക്തമായ ലിബർട്ടി ലീഡിംഗ് ദ പീപ്പിൾ എന്ന ചിത്രവും. ഓരോ കലാസൃഷ്ടിയും തികച്ചും വ്യത്യസ്തമായ കഥകളാണ് പറയുന്നത്. ഇനി എല്ലാവർക്കും പരിചിതമായ ഒരു കാഴ്ചയുണ്ട്. അതാണ് പ്രശസ്തമായ ഗ്ലാസ് പിരമിഡ്. പ്രശസ്ത ആർക്കിടെക്ട് അയ്യംപേ രൂപകൽപ്പന ചെയ്ത ഈ ഗ്ലാസ് പിരമിഡ് 1989 തുറന്നത്. തുടക്കത്തിൽ ഇത്രയും ആധുനികമായ ഒരു നിർമ്മിതി പ്രസിദ്ധമായ കൊട്ടാരത്തിനരികിൽ എങ്ങനെ യോജിക്കുമെന്ന കാര്യത്തിൽ പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഈ പിരമിഡ് പാരീസിന്റെ ഏറ്റവും തിരിച്ചറിയപ്പെടുന്ന പ്രതീകങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. ഇതാണ് ലൂവിനെ ഇത്രയും പ്രത്യേകമാക്കുന്നത്. ലൂവ് പ്രശസ്തമായ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു മ്യൂസിയം മാത്രമല്ല, അതോടൊപ്പം മനുഷ്യ ചരിത്രത്തിലൂടെയുള്ള ഒരു യാത്രയും കൂടിയാണ്. അതെ, ചരിത്രം ജീവനോടെ അനുഭവിക്കാൻ കഴിയുന്ന ഒരിടം.